ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. എൻ്റെ കയ്യിൽ ഒരു ബ്ലാങ്ക് ചെക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഉം. അതിൻ്റെ അകത്ത് ഞാനത് നിങ്ങൾക്ക് തരുകയാണ്. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എത്ര വേണമെങ്കിലും എഴുതിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് സത്യസന്ധമായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കണ്ട ആ ഒരു എമൗണ്ട് നിങ്ങൾ താഴെ എന്താ പറയണ്ടേ, കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. നിങ്ങൾക്ക് എത്ര രൂപ വേണം അതിൻ്റെ സത്യസന്ധമായിട്ടായിരിക്കണം കേട്ടോ. ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്ന് എഴുതരുത്. നിങ്ങളുടെ മൈൻഡിലുള്ളത് കാര്യം സത്യസന്ധമായിട്ട് എത്ര രൂപ നിങ്ങൾക്ക് വേണം അത് എഴുതിയെടുത്തോണം കേട്ടോ. അത് താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഇപ്പം 100 രൂപ തൊട്ട് ലക്ഷങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം അത് അവിടെ ഇരിക്കട്ടെ. ലാസ്റ്റ് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പം രണ്ടാമത് നമ്മളുടെ ഞാൻ പല എൻ്റെ കമൻസിലൊക്കെ ഞാൻ വായിക്കുന്നതാണ്, മെയിനായിട്ട് കാശാണ് പ്രശ്നം. എല്ലാവർക്കും കാശിൻ്റെയാണ് ബുദ്ധിമുട്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 രൂപ എടുക്കാനില്ലാത്ത സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് നിരവധി തവണ. അപ്പം എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ സമയത്ത് ഈ ഒരുപാട് കഷ്ടം ഉള്ള സമയത്ത് എൻ്റെ മൈൻഡ് സെറ്റ്, അയ്യോ നാളത്തേന് ഇനി എന്നാ ചെയ്യും, നാളെ ഇനി എന്ത് ചെയ്യും, ഇല്ലല്ലോ ഇല്ലല്ലോ ഇല്ലല്ലോ, ഇതാണ് എൻ്റെ മൈൻഡ് സെറ്റ്. ഫുള്ള് ഇത് തന്നെയുള്ളൂ. എന്നിട്ട് ഞാനിങ്ങനെ മിക്കപ്പോഴും ഞാൻ ഹസ്ബൻഡുമായിട്ട് ഇത് തന്നെ പറയും, നിങ്ങളിങ്ങനെ ഇരുന്നോ, നാളെ ഇനി എന്ത് ചെയ്യും, നാളെ ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ഞാൻ പറയും. പക്ഷെ പുള്ളിയുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂളാണ് പുള്ളി. എനിക്കങ്ങ് വെപ്രാളമാണ്. അയ്യോ നാളെ തന്നെ പൈസ ആയില്ലോ, നാളെ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിരിക്കും. ഇങ്ങേര് ഭയങ്കര കൂളായിട്ട് നിൽക്കും. അപ്പം ആ കാര്യം പറഞ്ഞ് പിന്നെ ഞാൻ പുള്ളിയോട് വഴക്കുണ്ടാക്കും. നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ എങ്ങനെ ഇങ്ങനെ ചിന്തയില്ലാതെ ഇരിക്കുന്നു മനുഷ്യ എന്നൊക്കെ ചോദിച്ച് ഞാൻ പിന്നെ കത്തിക്കയറും. ആ സമയത്ത് പിന്നെ ഞാൻ ഇതിനോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പുള്ളിയുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂളാണ്. എന്ത് കാര്യവും നമുക്ക് നേരിടാമെന്നൊരു ആത്മവിശ്വാസം പുള്ളിക്കുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ലായിരുന്നു. നാളെ കെട്ടാനുണ്ടെങ്കിൽ ഞാൻ ഒരാഴ്ച തൊട്ടേ ഞാനിങ്ങനെ വെപ്രാളമാണ്. ഇപ്പം ബാങ്കിൽ കെട്ടാനുണ്ടാവും, അല്ലെങ്കിൽ മക്കളുടെ സ്കൂൾ ഫീസ് കൊടുക്കാനായിരിക്കും, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ സാധാരണക്കാരാണല്ലോ. അപ്പം നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പം എൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, പൈസ എന്ത് ചെയ്യും, നാളത്തേന് ഇനി എന്ത് ചെയ്യും, ഇനി അവർ എവിടുന്ന് മേടിക്കും, കടം എവിടുന്ന് കടം മേടിക്കും. എൻ്റെ മെയിനായിട്ടുള്ള ചിന്ത അതായിരുന്നു. ആരുടേന്ന് കടം മേടിക്കും, എവിടുന്ന് കടം മേടിക്കും, ഈ ഒരു മൈൻഡ് സെറ്റ്. ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ, ഞാൻ ഈ ചിന്തിച്ചു കൂട്ടിയതൊക്കെ എന്നാ ഒരു പൊട്ടത്തെറ്റായിരുന്നു ഞാൻ ആലോചിച്ചുകൊണ്ട് പിന്നെയാണ് ഞാൻ അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുന്നത്. നമ്മൾ ഈ കടം മേടിക്കണം എന്നൊരു ടെൻഡൻസിയാണ് നമ്മുടെ ഉള്ളിൽ. കാര്യങ്ങൾ നടക്കും, കടം മേടിക്കും, അത് കഴിഞ്ഞിട്ട് കടം കൊടുക്കും, അങ്ങനെ മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മളിലേക്ക് ഈ കടങ്ങൾ തന്നെ ആകർഷിച്ചു വരും. ഞാനിപ്പോൾ ഈ കടം എന്ന് പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ല, നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് പറഞ്ഞു തരുന്നത്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം എൻ്റെ ആണെങ്കിലും എൻ്റെ കുടുംബത്തിലാണെങ്കിലും എൻ്റെ പപ്പയും മമ്മിയും ഒക്കെ പറയുന്നത്, നമ്മൾ പാവങ്ങളാണ്, നമുക്ക് അധികം ഒന്നും നമ്മുടെ ഒരു രീതിയിൽ അങ്ങ് ജീവിച്ചു പോയാൽ മതി. ഇപ്പം നമ്മളെന്തെങ്കിലും പറയുവാണെങ്കിൽ നമുക്ക് അതിനുള്ള കഴിവില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല, അപ്പം അതിനനുസരിച്ച് ഒതുങ്ങി ജീവിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു മൈൻഡ് സെറ്റാണ് നമ്മളിൽ അടിച്ചേൽപ്പിച്ച് വന്നേക്കുന്നത്. അപ്പം നമ്മൾ ചെറുപ്പം തൊട്ടേ അങ്ങനെ ഒരു രീതിയിലാണ് വരുന്നത്. നമുക്ക് അയ്യോ ഇപ്പോൾ 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ, അന്നത്തെ കാലത്ത് 2 ലക്ഷം നമുക്ക് വലിയൊരു തുകയാണത്, നമുക്ക് ബോധം കെടും. ഇപ്പം ഒരു 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളൊന്ന് ബോധം കെടും അല്ലേ? സാധാരണക്കാർ. കാരണം വെച്ചാൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അയ്യോ ഇത്രയും രൂപയോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ് നമുക്ക് വരുന്നത്. അതിനനുസരിച്ച് നമ്മുടെ ഈ മൈൻഡ് സെറ്റ് ഉള്ളതിനനുസരിച്ച് നമ്മളിലേക്കുണ്ടല്ലോ ഈ പൈസയുടെ വരവ് നമ്മളിലേക്ക് കുറയും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഈ പ്രപഞ്ചം നമുക്ക് എന്തും തരാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമുക്കൊരു ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ട്, അയ്യോ എനിക്കത്രയും മതി എന്നുള്ള രീതിയാണ്. ചില അമ്മമാർ പറഞ്ഞു കേട്ടു, അല്ലെ ചില എൻ്റെ കൂട്ടുകാരൊക്കെ വലിയ പണമൊന്നും വേണ്ട, എങ്ങനെയെങ്കിലും അത്യാവശ്യം തട്ടിയും മുട്ടിയും ഒന്ന് ജീവിച്ചു പോയാൽ മതി. അത് തന്നെ ഒരു നെഗറ്റീവാണേ, ഈ തട്ടിയും മുട്ടിയും ജീവിച്ച് പോയാൽ മതി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഒരു ബിലീവ് സിസ്റ്റമാണത്, നമ്മൾ ചെറുപ്പം തൊട്ടേ ശീലിച്ച് വന്ന കാര്യങ്ങളാണത്. നമുക്ക് വിശാലമായിട്ട് ചിന്തിക്കാൻ നമുക്ക് പേടിയാണ്. ഇപ്പം നമ്മളൊരു എന്താ പറയണ്ടേ, എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സ് അതിങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? വലിയ ഗോൾസ് സെറ്റ് ചെയ്യണം, വലിയ ഡ്രീംസൊക്കെ സെറ്റ് ചെയ്യണം, നമുക്കൊരു പേടിയാണ്, നമ്മുടെ ഉള്ളിലൊരു പേടി. അയ്യോ അത് വേണോ, അതൊക്കെ നമ്മളെ കൊണ്ട് താങ്ങുമോ, അത് നമ്മളെ കൊണ്ട് പറ്റുമോ എന്നൊക്കെയുള്ള ഒരു പേടിയാണ് നമുക്ക്. പക്ഷെ നമ്മൾ ആ മൈൻഡ് സെറ്റ് നമ്മൾ എടുത്തു കളഞ്ഞിട്ട് നമ്മൾ വളരെ എന്താ പറയണ്ടേ, ഒരു വിശാലമായിട്ട് നമ്മൾ ചിന്തിക്കണം, ഒരുപാട് വിശാലമായിട്ട്. ഞാനൊരു സ്റ്റോറി കേട്ടിട്ടുണ്ട്. ഈ ഷാറുഖ് ഖാൻ
ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു വലിയൊരു ഫോളോപ്പർ ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നന്നായിട്ട് ഷാറുഖ് ഖാൻ ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ് പോലും. കാരണം അദ്ദേഹം ബോളിവുഡിൽ ഒന്നുമല്ലാതിരുന്ന കാലത്ത് അയാൾ ജുഹു ബീച്ചിൽ വന്നു നിന്നിട്ട് 2 കൈയും മുകളിലേക്ക്, അതായത് ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് യൂണിവേഴ്സായിട്ട് ഡിക്ലറേഷൻ ചെയ്തിട്ടുണ്ടത്രേ. കാരണം ഈ ഒരു ദിവസം ഞാൻ ഈ ബോളിവുഡിൽ കിരീടം വയ്ക്കാത്ത രാജാവായി മാറും എന്നുള്ള രീതിയിൽ പുള്ളി അത് ഒന്നും അല്ലാതിരുന്ന സമയത്ത് ഇങ്ങനെ ഡിക്ലറേഷൻ ചെയ്യുമെന്ന് പ്രപഞ്ചത്തിലേക്ക് നോക്കിയിട്ട്. അങ്ങനെ അതായില്ലേ, അദ്ദേഹം ഇപ്പം എന്താ പറയണ്ടേ, ബോളിവുഡിലെ ഒരു രാജാവായിട്ട് തന്നെ മാറിയില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ബിലീവ് സിസ്റ്റം നമ്മൾ മാറ്റണം. നമ്മളെക്കൊണ്ട് സാധിക്കും, നമ്മളെക്കൊണ്ട് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ ആ ഒരു മനസ്സ് നമുക്ക് തുറന്നു കൊടുക്കണം. നമ്മുടെ യൂണിവേഴ്സ് എന്തും തരാൻ തയ്യാറായിട്ട് നിൽക്കുമ്പം നമ്മൾ ഇത്ര മതി എന്ന് പറയുമ്പോൾ അത് അത്രയല്ലേ തരുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് തരുമോ? ഇല്ല. നമുക്ക് എന്താ, നമ്മുടെ വിചാരം എന്നാ, അന്നന്നടം കഴിഞ്ഞു പോകണം, എങ്ങനെയെങ്കിലുമൊക്കെ കടവും കാര്യങ്ങളും ഇല്ലാതൊന്ന് ജീവിച്ചു പോകണം, സമാധാനത്തോടെ മരിക്കണം. ഇതാണ്. അല്ല വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുമില്ല, നമുക്ക് കാണാനൊട്ട് പേടിയാണ് അല്ലേ? നമ്മുടെ മക്കളാണെങ്കിൽ നമ്മൾ അങ്ങനെ വേണം പറഞ്ഞ് വളർത്താൻ. വലിയ വലിയ സ്വപ്നങ്ങൾ കാണണമെന്ന് പറയണം. നിങ്ങളെക്കൊണ്ട് കൈ എത്തി പിടിക്കാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. വലിയ വലിയ സ്വപ്നങ്ങൾ നിങ്ങൾ കാണണമെന്ന് നമ്മൾ മാതാപിതാക്കളായ നമ്മൾ അങ്ങനെ പറഞ്ഞു വേണം മക്കളെ വളർത്താൻ. അല്ലാതെ അയ്യോ നമ്മൾ പാവങ്ങളാണ് അപ്പം നമ്മൾ അതിനനുസരിച്ച് ഒതുങ്ങി ജീവിക്കണം എന്നൊന്നും നമ്മൾ മക്കളോട് പറയരുത് കേട്ടോ. അവരുടെ ആഗ്രഹം എന്താണോ അത്ര വലിയ ആഗ്രഹങ്ങൾ അവരോട് സ്വപ്നം കാണാൻ പറയണം. അതുപോലെ തന്നെ രണ്ടാമത് ഈ ധനത്തിനെ നമ്മൾ ദാനം, അത് ഭയങ്കര മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിൽ പോലും അതിൽ 1 രൂപ നമ്മൾ ദാനം ചെയ്യാൻ മടിക്കരുത്. ഈ ദാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമ്പത്തിനെ ആകർഷിക്കാൻ ഏറ്റവും നല്ലൊരു വഴിയാണ്. അതായത് പ്രപഞ്ചം ആഗ്രഹിക്കുന്നത് അതാണ്. എന്താ പറയണ്ടേ, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയണ്ടേ, നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്നത് ഭയങ്കര എന്താ പറയണ്ടേ, അങ്ങനെയാണോ ആ വചനം? ഞാൻ മറന്നുപോയി. അതെ അല്ലേ? അപ്പം എന്താ പറയണ്ടേ, നമ്മൾ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിൽ നമ്മൾ പൂർണ്ണ മനസ്സോടെ, നിറഞ്ഞ മനസ്സോടെ നമ്മൾ കൊടുക്കണം കേട്ടോ. അല്ല നമ്മൾ കഷ്ടപ്പെട്ട് ബാക്കിയുള്ള പൈസ ഉണ്ടാക്കി അതിന് ചുമ്മാ ദാനം ചെയ്യാനല്ല, അങ്ങനെ ഒരു ചിന്തയിൽ നമ്മൾ ചെയ്യരുത്, കൊടുക്കരുത്. ദയവ് ചെയ്ത് നിങ്ങൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ ആർക്കും ഒരു ഉപകാരവും ചെയ്യാൻ പോകരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ധനത്തിൻ്റെ വരവ് നമ്മളിലേക്ക് കുറയ്ക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചിന്തിക്കണം കേട്ടോ. നമ്മൾ ഭയങ്കരമായിട്ട് വളരെ ഇപ്പം നമ്മളിപ്പോൾ സ്കൂട്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്ന ഒരാൾ, നമ്മൾ സ്കൂട്ടി ഓടിക്കുന്ന ഒരാൾ, അപ്പം നമ്മളോട് എന്താണ് പറയണത്? നമ്മൾ ഹാൻഡിലേക്ക് നോക്കാൻ പറയുമോ അതോ നമ്മൾ മുമ്പോട്ട് നോക്കാൻ പറയുമോ? നമ്മുടെ ഹാൻഡിൽ ശ്രദ്ധിക്കരുത്, നിങ്ങൾ ഡയറക്റ്റ് റോഡിലേക്ക് മുമ്പോട്ട് നോക്കിയിട്ട് വേണം ഓടിക്കാനെന്ന് പറയും അല്ലേ? എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ. എന്തുമായിട്ട് നിങ്ങൾ ഹാൻഡിലേ നോക്കില്ല, നിങ്ങൾ മുന്നോട്ട് തന്നെ നോക്കണം. നന്നായിട്ട് നിങ്ങൾ വിഷ് ചെയ്യണം. നിങ്ങൾ രാത്രി കിടക്കുമ്പോഴും നിങ്ങൾ വളരെ ഒരു റിച്ച് ഒരു മൈൻഡ് സെറ്റോട് കൂടി വേണം നിങ്ങൾ കിടന്നുറങ്ങാൻ. രാവിലെ എഴുന്നേൽക്കുമ്പോഴും ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി വേണം നിങ്ങൾ എഴുന്നേറ്റ് വരാൻ. ഇങ്ങനെ നിങ്ങളൊരു 6 മന്ത് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്തേ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സാമ്പത്തികമൊക്കെ ഒരുപാട് മാറ്റം വരും. അത് പ്രപഞ്ചം തന്നെ നമുക്ക് ഒരുക്കി തരും. അത് എങ്ങനെയാണ് ഏതാന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അതിനുള്ള ഉത്തരവില്ല. പക്ഷെ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുന്നതനുസരിച്ച് നമ്മുടെ സാമ്പത്തികത്തിൻ്റെ നിലവാരം വർദ്ധിക്കും കേട്ടോ. അപ്പം എല്ലാവരും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണം. ദാനം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു 10 രൂപ ഉണ്ടെങ്കിൽ അതിൽ 1 രൂപ ആരും അറിയാതെ അതിന് അർഹതപ്പെട്ടവർക്ക് നമ്മൾ കൊടുത്തിരിക്കണം. അത് നമുക്ക് വളരെ വളരെ എന്താ പറയുക, നമ്മുടെ ലൈഫിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പം ഈ ലാസ്റ്റ് ഈ മെസ്സേജ് തന്നത്, ഇപ്പം നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം 15 ലക്ഷം മില്യൺ എഴുതിയവരാരെങ്കിലും ഉണ്ടോ? 2 മില്യൺ അല്ലെങ്കിൽ 3 മില്യൺ അല്ലെങ്കിൽ 5 മില്യൺ എഴുതിയവരാരെങ്കിലും ഉണ്ടോ? അങ്ങനെ എഴുതിയവരുണ്ടെങ്കിൽ അവർ നാളെ ഒരു എന്താ പറയണ്ടേ ആ ഒരു ലെവലിൽ എത്തിയിരിക്കും. കാരണം വെച്ചാൽ അവർക്ക് എന്താ പറയുക, അത് അവർക്കൊരു എന്നാ പറയണേ, അവർക്കതൊരു സ്വീകരിക്കാനുള്ളൊരു മനസ്സുണ്ട്. അതേസമയം 5 ലക്ഷം എഴുതിയവരും 10 ലക്ഷം എഴുതിയതും 15 ലക്ഷം എഴുതിയവരൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ബിലീവ് സിസ്റ്റം നമ്മൾ വളരെ വളരെ എന്താ പറയണ്ടേ വിശാലമായി നമ്മൾ ചിന്തിക്കണം കേട്ടോ. നമ്മുടെ പണത്തോടുള്ള ആ ഒരു, പണത്തിനെ നമ്മൾ സ്നേഹിക്കണം. പണത്തിനെ നമ്മൾ സ്നേഹിച്ചേ മതിയുള്ളൂ. ചിലർ പറയും പണത്തിനെ സ്നേഹിക്കുന്നത്, പക്ഷേ പണം നമ്മളിലേക്ക് വരണമെങ്കിൽ പണത്തിനെ നമ്മൾ സ്നേഹിച്ചേ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഇതെല്ലാം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തായാലും അത് എങ്ങനെ ഏത് എന്നൊന്നും ചോദിക്കേണ്ട. അതിൻ്റെ ആ ഒരു സമയത്ത് പല വ്യക്തികളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ, പല എന്താ പറയണ്ടേ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ആ ഒരു ലെവലിൽ നമ്മൾ എത്തിയിരിക്കും
കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക, ഈ പ്രപഞ്ചത്തിനെ വിശ്വസിക്കുക, യൂണിവേഴ്സിനെ വിശ്വസിക്കുക, യൂണിവേഴ്സ് പവറിനെ നമ്മൾ വിശ്വസിക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ.